Hi everyone. Today our topic is what is venture capital? What is venture capital? The concept of the venture capital is as a financial service, and venture capital assistance is given to those enterprises where the risk element is comparatively high due to the involvement of new technology. So when the entrepreneur is a new one and he is not wealthy or though otherwise qualified, venture capital can be used. So most of the startup ആയിട്ടുള്ള പുതുതായിട്ട് തുടങ്ങിയ കമ്പനീസ് വിത്ത് എ പൊട്ടൻഷ്യൽ ടു ഗ്രോ, ദേ നീഡ് എ എമൗണ്ട് ഓഫ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ആവശ്യമുണ്ടാവും. സോ ദ വെൽത്തി ഇൻവെസ്റ്റേഴ്സ്, അതായത് കയ്യിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളുകൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം വിത്ത് എ ലോങ് ടേം ഗ്രോത്ത് പ്രോസ്പെക്റ്റീവ്. ഇങ്ങനെ ക്യാപിറ്റൽ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ്, ആ ക്യാപിറ്റലിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് കമ്പനീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ആൻഡ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റാലിസ്റ്റ് എന്നും പറയുന്നത്. So venture capital can be loosely referred as the financing of new ideas and technology. ന്യൂ ഐഡിയാസിനെയും ന്യൂ ടെക്നോളജീസിനെയും ഫിനാൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് വിളിക്കാവുന്നത്. So the term venture capital is normally defined as an equity investment in a high risk project related to some innovations or new technological developments. The main purpose of the venture capital financing is to exploit the new and untried or advanced technology and turn them into a commercially viable schemes. So venture capital is a kind of capital requirement which carries more risk and hence only few institutions come forward to finance. So venture capital എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ means fund made available for startup firms and small business with exceptional growth potential. So venture capital is a money provided by professionals and it invest in young, rapidly growing companies that have the potential to develop into a significant economic contributors. So venture capitals generally നമുക്ക് 6 കാര്യങ്ങളാണ്. ഫിനാൻസ് ന്യൂ ആൻഡ് റാപ്പിഡ്ലി ഗ്രോയിങ് കമ്പനീസിനെ പറയാം, പർച്ചേസ് അവരുടെ ഇക്വിറ്റി സെക്യൂരിറ്റീസ് പറയാം, അസിസ്റ്റ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ പ്രോഡക്ട്സ് ഓർ സർവീസസ് പറയാം, ആഡ് വാല്യൂ ടു ദ കമ്പനി ത്രൂ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പറയാം, ടേക്ക് ഹയർ റിസ്ക് വിത്ത് എക്സ്പെക്ടേഷൻ ഓർ ഹയർ റിവാർഡ്സ് പറയാം, ഹാവ് എ ലോങ് ടേം ഓറിയൻറ്റേഷൻ പറയാം. So venture capital funds is a fund formed as a trust or a company under the regulations which has dedicated the pool of capital raised in the specified manner and invested in the venture capital undertaking. So what is the eligibility to obtain venture capital finance? Venture capital ഫിനാൻസിൽ എന്ത് എലിജിബിലിറ്റി ആണ് വേണ്ടത്? That is, the project is related with a novel idea or new invention or improved technology or skills. അതായത് അവർ വെഞ്ചർ ക്യാപിറ്റലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റിന് ഒരു ന്യൂ ഐഡിയ ഉണ്ടായിരിക്കണം, ന്യൂ ഇൻ്റർവെൻഷൻ ഉണ്ടായിരിക്കണം, ഒരു ഇംപ്രൂവ് ടെക്നോളജി ഓർ സ്കിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ. കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷനും ഓപ്പറേഷനും സാധ്യതയുള്ളതായിരിക്കണം. And project is related with a new product which has good demand prospective ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. And it must have attained the pre-production stage സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു പദ്ധതി ആയിരിക്കണം എന്നുള്ളതാണ് എലിജിബിലിറ്റി ടു ഒബ്റ്റെയിൻ എ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ്. സോ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഈ എലിജിബിലിറ്റി ഇവർ ഈ ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്ഡ് ടെക്നോളജി ഉള്ള ഇംപ്രൂവ്ഡ് സ്കില്ലുള്ള പ്രൊജക്റ്റ് ആണെന്ന് അവർ നോക്കും. ആൻഡ് ഓപ്പറേഷണബിൾ ആണോ എന്ന് അവർ ശ്രദ്ധിക്കും. ആൻഡ് ന്യൂ പ്രൊഡക്റ്റ് ആണോ എന്ന് ചോദിക്കും. ഗുഡ് ഡിമാൻഡ് ഉണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കും. ആൻഡ് ഇറ്റ് മസ്റ്റ് ഹാവ് അറ്റൈൻ ദ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് ആണെന്ന് അവർ നോക്കുന്നതാണ്. ദെൻ പിന്നെ അവർ അവരുടെ മെത്തേഡ്സ് ഓഫ് വെഞ്ചർ ഫിനാൻസിങ്, ദ ഫിനാൻസിങ് പാറ്റേൺ ഓഫ് ദ ഡീൽ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്. സോ വേരിയസ് മെത്തേഡ്സ്, അവർ ഇക്വിറ്റി അവർ വാങ്ങാം, ലോൺ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം, ഇൻകം നോട്ട് അവർക്ക് കിട്ടാം, ഡിബഞ്ചേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഡിബഞ്ചേഴ്സ് അവർ ബൈ ചെയ്യാം, ക്വാസി ഇക്വിറ്റി അവരെടുക്കാം. ഇതൊക്കെ മെത്തേഡ്സ് ഓഫ് വെഞ്ചർ ഫിനാൻസിങ് പെട്ടതാണ്. So what are the advantages of venture capital financing? It injects long-term equity finance which provides a solid capital base for the future growth. Then the venture capitalist ഒരു ബിസിനസ് പാർട്ട്ണർ ആയിട്ടുണ്ടാവും and sharing both the risk and rewards. Venture capitals are rewarded by the business success and the capital gain.
Then the venture capitalist is able to provide practical advice and assistance to the company based on past experience with other companies which were similar situations. സോ ലോങ് ടേം ഫിനാൻസും അതുപോലെ സോളിഡ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ ബേസും വെഞ്ചർ ക്യാപിറ്റാലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഒരു ബിസിനസ് പാർട്ട്ണറായിട്ട്, അതായത് ഈ പുതിയ ന്യൂ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് മാനിന് റിസ്ക് ആൻഡ് റിവാർഡും ഒരുമിച്ച് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ അവർക്ക് അതുപോലെ തന്നെ അവകാശപ്പെട്ടതാണ്. ദെൻ വെഞ്ചർ ക്യാപിറ്റാലിസ്റ്റിന് പ്രാക്ടിക്കൽ അഡ്വൈസ് ഇവർ കൊടുക്കുന്നുണ്ട് ആൻഡ് അസിസ്റ്റൻസ് ടു ദ കമ്പനി ബേസ്ഡ് ഓൺ ഈ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ്, അവർക്കുള്ള പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് ഒരുപാട് അഡ്വൈസും കൂടി ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിൻ്റെ. സ്റ്റേജസ് ഓഫ് ഫിനാൻസിങ്, വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്. ദർ ആർ 3 stages in venture capital financing. Early stage comprises seed stage, startup stage and first stage. ഇപ്പോൾ സീഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദ ന്യൂ എൻ്റർപ്രണർ അവരുടെ ഒരു നോവൽ ഐഡിയ പ്രൊജക്റ്റിന് ഒരു സീഡ് മണി, അതായത് സ്റ്റാർട്ടിങ്ങിനായിട്ടുള്ളൊരു മണി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഫിനാൻസിയേഴ്സ്. ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ദ എൻ്റർപ്രണർ. സോ കമ്പനി ടു പ്രൂവ് ദ ന്യൂ കൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹിം. ദെൻ സ്റ്റാർട്ടപ്പാണ് സീഡ് മണിക്ക് ശേഷം വരുന്നത്. സോ സ്റ്റാർട്ടപ്പ് വെൻ ദ എൻ്റർപ്രണർ ഓർ കമ്പനി സ്റ്റാർട്ട്സ് ടു ഡെവലപ്പ് എ പ്രോഡക്റ്റ് ഓർ ഇനീഷ്യൽ മാർക്കറ്റിംഗ്, അപ്പോഴും ഒരു എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. Then first stage, the entrepreneur company utilizes the initial capital fully and requires further fund to manufacture or sale of a product. At the time, financiers provide fund ചെയ്യുന്നു. സോ ആദ്യത്തെ സ്റ്റേജ് ഏർലി സ്റ്റേജ് ആണ്. ഏർലി സ്റ്റേജസിൽ കംപ്രൈസ് ചെയ്തത് സീഡ് സ്റ്റേജ്, സ്റ്റാർട്ടപ്പ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്. സീഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ ന്യൂ എൻ്റർപ്രണർ കമ്പനി സീഡ്സ് ടു ഹിസ് നോവൽ ഐഡിയ ഓർ പ്രൊജക്റ്റ്. ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്, ന്യൂ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സീഡ് മണി എന്ന് പറയുന്നത്. ദെൻ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടു ഡെവലപ്പ്, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കൊടുക്കുന്ന ഇനീഷ്യൽ എമൗണ്ട് ഓഫ് മണിയാണ് സ്റ്റാർട്ടപ്പ് മണി. ദെൻ ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഏർലി സെയിൽസ് ആൻഡ് മാനുഫാക്ചറിങ് ഫണ്ട്സ് ആണ് സെയിൽ ഓഫ് ദ പ്രൊഡക്റ്റിൻ്റെ അറ്റ് ദാറ്റ് ടൈമിൽ ഫിനാൻസിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് റൗണ്ട്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ സ്റ്റേജ് ആണ്. സോ സെക്കൻഡ് സ്റ്റേജിൽ, എക്സ്പാൻഷൻ സ്റ്റേജിൽ 3 സ്റ്റേജസ് വരും. സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ബ്രിഡ്ജ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് പ്രൊവൈഡഡ് ടു ദ കമ്പനി ഫോർ ഇറ്റ്സ് ഇനീഷ്യൽ എക്സ്പാൻഷൻ. ദ കമ്പനി സ്റ്റാർട്ടഡ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ബട്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അതാണ് സെക്കൻഡ് സ്റ്റേജ്. ദെൻ തേർഡ് സ്റ്റേജ്, ഇൻ ദിസ് സ്റ്റേജ് ദ കമ്പനി അറ്റൈൻ ദ ലെവൽ ഓഫ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ എത്തിക്കഴിഞ്ഞു. സോ മേജർ ഗ്രോത്തിലേക്കുള്ള സമയമാണ്. സോ ഫണ്ട്സ് ആർ പ്രൊവൈഡഡ് ഫോർ ദ മേജർ ഗ്രോത്ത് ഓഫ് ദ കമ്പനി. ദെൻ ബ്രിഡ്ജ് സ്റ്റേജ്. ബ്രിഡ്ജ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് ലോൺ ഈസ് ഗ്രാൻഡഡ് ടു ദ കമ്പനി വെൻ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗോ പബ്ലിക് വിത്തിൻ 6 to 12 months. സോ എക്സ്പാൻഷൻ സ്റ്റേജിൽ 3 സ്റ്റേജസ് ആണ് വരുന്നത്. ഒന്ന് സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആൻഡ് ബ്രിഡ്ജ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനിക്ക് വേണ്ടിയിട്ട്. ഇനീഷ്യൽ എക്സ്പാൻഷനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ടൈമിലാണ് കമ്പനി പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും സ്റ്റാർട്ട് ചെയ്തത്. പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റൊക്കെ കിട്ടി തുടങ്ങി ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തി നമ്മൾ. സോ ഫർദർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, മേജർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഫണ്ട് അവിടെ തേർഡ് സ്റ്റേജിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ബ്രിഡ്ജ് സ്റ്റേജ് ആണ്. ബ്രിഡ്ജ് ലോൺ ഈസ് ഗ്രാൻഡഡ് ടു ദ കമ്പനി വെൻ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഗോ പബ്ലിക്. അതാണ് ബ്രിഡ്ജ് സ്റ്റേജ്. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് ടേൺ അറൗണ്ട് സ്റ്റേജ്. അതായത് ഇൻ ദിസ് സ്റ്റേജ് ഫണ്ട്സ് ആർ ഗ്രാൻഡഡ് ടു ദ ഓപ്പറേറ്റിംഗ് മാനേജ്മെൻറ്റ് ടു എനേബിൾ ദം ടു ബൈ എ പ്രോഡക്റ്റ് ലൈൻ ഓർ ബിസിനസ്. സോ ഇവിടെ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഒക്കെ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ട്സ് ആർ ഗ്രാൻഡഡ് ടു ഫേസ് സച്ച് എ സിറ്റുവേഷൻസ്. ദാറ്റ് ഈസ് ടേൺ അറൗണ്ട് സ്റ്റേജ് അഥവാ വർക്കൗട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്ങിൽ 3 സ്റ്റേജസ് ആണുള്ളത്. ഏർലി സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആൻഡ് ടേൺ അറൗണ്ട് സ്റ്റേജ്. സോ ഏർലി സ്റ്റേജിൽ കംപ്രൈസസ് സീഡ് സ്റ്റേജ്, സ്റ്റാർട്ടപ്പ് ആൻഡ് ഫസ്റ്റ് സ്റ്റേജ്. ദെൻ സീഡ് മണി പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ടു ഡെവലപ്പ് പ്രോഡക്റ്റ് ഓർ ഇനീഷ്യൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഇനീഷ്യൽ ക്യാപിറ്റൽ ഫുള്ളി ആൻഡ് റിക്വയർ ഫർദർ ഫണ്ട് കൊടുക്കുന്നു. ദെൻ എക്സ്പാൻഷൻ സ്റ്റേജ് ആണ്. എക്സ്പാൻഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും 3 സെക്ഷനാണുള്ളത്. ഒന്ന് സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ബ്രിഡ്ജ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൽ ഇനീഷ്യൽ എക്സ്പാൻഷനാണ്. തേർഡ് സ്റ്റേജിൽ ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തി. സോ മേജർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രിഡ്ജ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജ് ലോൺ ഗ്രാൻഡ് ചെയ്യാണ്.
അതായത് എക്സ്പെക്റ്റഡ് ടു ഗോ ടു ദ പബ്ലിക് ആ ടൈം ആയതുകൊണ്ടാണ് ദാറ്റ് ഈസ് ബ്രിഡ്ജ് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്നാൽ ലാസ്റ്റ് ടേൺ അറൗണ്ട് ആണ്. ഇൻ ദിസ് സ്റ്റേജ് ഫണ്ട്സ് ആർ ഗ്രാൻറ്റഡ് ടു ദ ഓപ്പറേറ്റിംഗ് മാനേജ്മെൻറ്റ് ടു ബൈ പ്രോഡക്റ്റ് ലൈൻ ഓർ ബിസിനസ്. I hope you well understood the venture capital financing, and if you have any doubts and queries you can ask me through our WhatsApp group. Okay, thank you all, have a nice day.